എല്ലാത്തിനെ വെച്ചിട്ടുണ്ട്. ജീവിക്കാൻ പറ്റാത്ത എനിക്കൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കും. ഞാൻ ആരാന്ന് കാണിച്ചു കൊടുക്കും. അതല്ല വിചാരമുണ്ട്. എല്ലാത്തിനും വെച്ചിട്ടില്ല. ഇത് മതി. ഇന്ന് തീരുമാനാക്കും. ഇന്ന് ഞാൻ തീരുമാനാക്കും. ചത്ത് കടന്നാലും ചമഞ്ഞടക്കുന്ന പഴഞ്ചൊല്ല്. ആ, ഇത് മതി. തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി. എല്ലാ നാട്ടുകാരും തന്നെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഏയ്, ഇതെന്താ പരിപാടി? എൻ്റെ മുകളിൽ കയറെല്ലാം കെട്ടിട്ട് വീടൊന്നുമില്ല, അത് പോട്ടെ. ഓഹോ, ആത്മഹത്യാ ശ്രമം അല്ലേ? എല്ലാം കൈ. നിങ്ങളിപ്പോൾ ഇതിനിങ്ങോട്ട് വന്നിനി? ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഈ രംഗം കാണാൻ പറ്റി. തലറങ്ങ്, ഇറങ്ങിറങ്ങ്, തലറങ്ങ്. ഞാൻ ഇറങ്ങില്ല, ഇന്ന് പോയട്ടെ. ഇത് പോയ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ പോലീസ് വിളിക്കും. താഴെ ഇറങ്ങിക്കോ. എന്നാ താൻ വിളിക്കോ, ഞാൻ ആരും വന്നേ മരിക്കൂ. എടാ മോനെ, താലിറങ്ങ്. താൻ മരിച്ചു കഴിഞ്ഞാൽ 1-2 ദിവസം നിന്റെ വീട്ടുകാർ നിന്റെ സങ്കടപ്പെടും നിന്നെ ഓർത്തിട്ട്. എടാ പിന്നെ എല്ലാവരും അതൊക്കെ മറക്കും, നിന്നെ മറക്കും. നീ താലിറങ്ങ്, നമുക്ക് എന്തിനൊരു പരിഹാരം ഉണ്ടാക്കാം. താലിറങ്ങ്. നിങ്ങൾ എന്നെ ഉപദേശിച്ച് പിന്തിരിപ്പിക്കാൻ നോക്കണ്ട. നിന്റെ സുന്ദരമായ ജീവിതം നശിപ്പിച്ച് കളയലട കുട്ടാ. ഞാൻ കളയും, ഇതെന്റെ അന്ത്യാഭിലാഷം. എടാ മോനെ കുട്ടാ, നിന്റെ എന്താ പ്രശ്നം നീ എന്നോട് പറ. നമുക്ക് എന്തിനൊരു പരിഹാരം ഉണ്ടല്ലോ, നീ പറ. അത് പിന്നെ നീ കാര്യം പറ. അത് പിന്നെ പറ. അത് പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാം ഫോട്ടോ ഇട്ട ഒരു തെല്ലൊക്കെ ലൈക്ക് ചെയ്യുന്നില്ല. എന്റെ ഭഗവാനെ, ഈ ഒരു നിസ്സാര കാര്യത്തിനാണോ നീ ആത്മഹത്യ ചെയ്യുന്നത്? എടാ നിനക്കൊരു 100 ലൈക്ക് കൊടുക്കും, ഞാൻ തരാം. ഞാൻ ചാവും. ഞാൻ തീരുമാനിച്ചുറപ്പിച്ച കാര്യ. ഓക്കെ, നീ തീരുമാനിച്ചുറപ്പിച്ചു. നീ മരിക്കാൻ തീരുമാനിച്ചു, ഉറപ്പിച്ചല്ലോ. നീ ഒരു കാര്യം ചെയ്യും, അന്ന് ആ കാര്യം എടുത്തിട്ട് മാറ്റിട്ട് ഈ കാര്യം. എന്തിന്? ഇത് ഞാൻ കണ്ടെത്തിയ സ്ഥലം, ഞാൻ ചത്തിട്ട് മതി നീ ചാവൻ. അല്ലങ്ങായി, ഞാൻ മരിക്കാൻ വന്നതിന് കാരണമുണ്ട്. നിങ്ങളെ പ്രശ്നം എന്നാ? നീ അങ്ങ് ചോദിച്ചല്ലോ എൻ്റെ പ്രശ്നം എന്താണെന്ന്. സത്യത്തിലുണ്ടല്ലോ, പ്രശ്നങ്ങളില്ലാത്തതാണ് എൻ്റെ പ്രശ്നം. പ്രശ്നങ്ങളില്ലാത്ത ലോകത്ത് ഞാൻ പിന്നെ എന്തിനു ജീവിക്കണം?